അണ്ടർ-19 2020 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മിന്നും വിജയത്തിനു ശേഷം വയനാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ജോഷിത. രാജ്യത്തിന്റെ വിജയത്തിൽ അഭിമാനമുണ്ടെന്നും സീനിയർ ടീമിൽ ഇടം കിട്ടുകയാണ് ലക്ഷ്യമെന്നും ജോഷിത 24-നോട് പറഞ്ഞു. സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അണ്ടർ-19 വനിതാ വേൾഡ് കപ്പിൽ മിന്നുന്ന വിജയം നേടി ഇവിടേക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ജോഷിത. ജോഷിത നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? വേൾഡ് കപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ടീമിലെല്ലാവർക്കും ആണെങ്കിലും ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. കാരണം നമുക്ക് രണ്ടാമത്തെ വേൾഡ് കപ്പാണ് അണ്ടർ-19 കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ടീമിൽ മൊത്തം എങ്ങനെയുണ്ട്? സഹപ്രവർത്തകരുടെ കൂട്ടായ്മ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. കോച്ചസ് ആയാലും കൂടെ കളിക്കുന്ന സാധാരണങ്ങളായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് ഫീൽഡിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു പ്രഷറും ഉണ്ടായിരുന്നില്ല. 6 വിക്കറ്റാണ് നേടിയത്. അതെ. ഫസ്റ്റ് വെസ്റ്റ് ഇൻഡീസിന്റെ കൂടെയുള്ള മാച്ചിന് എനിക്ക് പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടി. നല്ല മാച്ചായിരുന്നു. നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഉള്ളതിലാണേലും അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ജോഷിത ഈ കളിയിലേക്ക് ക്രിക്കറ്റിലേക്ക് വരുന്നത്? എങ്ങനെയാണ് അതിന്റെ തുടക്കം എന്ന് പറയും? മുണ്ടേരി സ്കൂളിൽ ക്രിക്കറ്റിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു ഈവനിങ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് അമൽ സാറാണ് എന്നെ അക്കാഡമിയിലേക്ക് ആക്കുന്നത്. കൃഷ്ണഗിരി ക്രിക്കറ്റ് അക്കാഡമിയിലേക്ക് ആക്കുന്ന അമൽ സാറാണ്. അങ്ങനെയാണ് എത്തുന്നത്. കൃഷ്ണഗിരിയാണ് പിന്നീട് വളർച്ചയുടെ പടവുകളിൽ. അതെ, KCAയും WDCയും തന്നെയാണ് എന്റെ വളർച്ചകൾ. മച്ചാൻ സാറായാലും ഇവരൊക്കെ തന്നെയാണ് എന്റെ വളർച്ചേന്റെ പിന്നിൽ. ഈ കൃഷ്ണഗിരിയിൽ തന്നെയാണല്ലോ മിന്നുമണി വന്നതും സജന വന്നതും. അവരൊക്കെ എങ്ങനെയാണ് ഒരു സഹകരണം എങ്ങനെയാണ്? ചേച്ചിമാരെ അവരെ കണ്ട് ഇൻസ്പയർഡ് ആണെന്ന് നമ്മളൊക്കെ പഠിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യൻ ടീമിലേക്ക് എത്താം, കേരളത്തിൽ നിന്നും എത്താം എന്നുള്ളത് അവരെ കണ്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. ഓ, എനിക്ക് കിട്ടിയപ്പോഴൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മുമ്പിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് സ്വപ്നം? ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ WPL വരുന്നുണ്ട്. അതിൽ നല്ലപോലെ പെർഫോം ചെയ്യുക, സീനിയർ ടീമിൽ കയറുക തന്നെയാണ് ആഗ്രഹം. എത്രയും വേഗത സാധ്യമാവട്ടെ ദേശീയ ടീമിൽ. മകളെത്തിയിരിക്കുന്നു, എന്താണ് പറയാനുള്ളത് അമ്മയ്ക്ക്? വളരെയധികം സന്തോഷം. എന്തായാലും ഇത്രയും എത്തിയല്ലോ, അതിന് വളരെയധികം സന്തോഷം. അത്രയേ ഉള്ളൂ. ഇനി എന്താണ് സ്വപ്നങ്ങൾ? ഇനി അവളുടെ സ്വപ്നങ്ങൾ തന്നെ. ഇനി അവൾക്ക് ഇന്ത്യൻ ടീമിൽ കയറണം എന്നാണ് ആഗ്രഹം. അപ്പോൾ WPL അവൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ ഇന്ത്യൻ ടീമിലേക്ക് എത്താനായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും റോയൽ ചലഞ്ചേഴ്സ് ടീമിലാണ് ജോഷിത കളിക്കുന്നത്. അതിന്റെ ഭാഗമാകാൻ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. ആ ക്യാമ്പിന്റെ ഭാഗമാകും. സീനിയർ ടീമിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് സ്വപ്നം. ആ സ്വപ്നം എത്രയും വേഗം യാഥാർത്ഥ്യമാവട്ടെ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.